നമസ്കാരം. ഒരു 40 വയസ്സുള്ള ഒരു ചേച്ചിയും ഒരു 28 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനും കണ്ടുമുട്ടുകയാണെങ്കിൽ അവൻ ചോദിക്കും, ചേച്ചി ഇപ്പൊ എങ്ങനെയുണ്ട്, സുഖാണോ? അപ്പൊ അവര് പറയും, മോനെ എന്ത് പറയാനാ, വളരെ കഷ്ടത്തിലാണ്, എല്ലാം വിധിയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ എന്റെ തലയിൽ കെട്ടിവെച്ചത് എന്തിനാ ദൈവം? എന്റെ താഴെ നിങ്ങൾക്കൊക്കെ എന്ത് നല്ല ആൾക്കാരെയാണ് അവരൊക്കെ കല്യാണം കഴിച്ചിട്ടുള്ളത്. അവരൊക്കെ എത്ര സന്തോഷത്തോടെയാണ് ഇപ്പൊ ജീവിക്കുന്നത്. ദൈവം ഓരോരുത്തർക്കും നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അത് മാറ്റാൻ ഞാൻ ആളല്ല. എന്റെ വിധി ഞാൻ അനുഭവിക്കന്നെ. അല്ല, നിന്റെ കാര്യം എന്തായി? നിനക്ക് ജോലിയൊക്കെ റെഡിയായോ? കല്യാണം കുറച്ച് വൈകിയല്ലോ, എന്തു പറ്റി? അപ്പൊ ചേച്ചി, ഇവിടുത്തെ ആൾക്കാരും ഇവിടുത്തെ സംവിധാനങ്ങളും അതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ശരിയല്ല. പഠിച്ചാലൊന്നും ഇവിടെ അങ്ങ് ജോലി കിട്ടാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ പുറത്തു പോയാലോന്ന് ആലോചിക്കുകയാണ്. ഇനി കല്യാണത്തിന്റെ കാര്യം, അതിനൊക്കെ ഒരു സമയമുണ്ടല്ലോ, അത് ആ സമയത്തല്ലേ നടക്കുകയുള്ളൂ. അപ്പോ ഇതാണ് അവന്റെ മറുപടി. അപ്പൊ ഇതുപോലെയുള്ള ആൾക്കാരുടെ ചിന്താഗതികളും സംസാര രീതികളും ഒക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? സൈക്കോളജിയിൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന ഒരു ആശയമുണ്ട്. ഇത് കൊണ്ടുവന്നിട്ടുള്ളത് അമേരിക്കൻ സൈക്കോളജിസ്റ്റായ ജൂലിയൻ റോട്ടർ ആണ്. അദ്ദേഹം പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളിൽ നമ്മുടെ ഒരു നിയന്ത്രണം ഉണ്ടെന്ന് വിശ്വസിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ആ പരിധിയാണ് നമ്മൾ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ അതിൽ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളും ഉണ്ട്, എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളും ഉണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ രണ്ടുപേരും എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഉള്ള ആൾക്കാരാണ്. തങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ അവരെപ്പോഴും അത് വിധിയെയും ദൈവത്തെയും മറ്റാൾക്കാരെയും സാഹചര്യങ്ങളെയും ഒക്കെ ഇങ്ങ് പഴിച്ചുകൊണ്ടിരിക്കും. അതിൽ തനിക്കൊന്നും ചെയ്യാനില്ല എന്ന ഒരു നിസ്സഹായതയുടെ ഒരു കംഫർട്ട് സോൺ എപ്പോഴും ആ ഒരു കംഫർട്ട് സോണിലാണ് അവരെപ്പോഴും നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഉള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ അവർ നല്ല ആത്മവിശ്വാസമുള്ളവരും അവർ ഏത് ജീവിത പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ നമ്മൾ നിൽക്കുന്ന ജീവിത സാഹചര്യം നമ്മുടേത് എന്തുമായിക്കൊള്ളട്ടെ, ദാരിദ്ര്യമുള്ളതായിരിക്കും, അസുഖങ്ങളുള്ളതായിരിക്കും, അല്ലെങ്കിൽ കള്ളുകുടിച്ച ഭർത്താവുള്ളതായിരിക്കാം, അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് പ്രശ്നമുള്ള ആൾക്കാരായിരിക്കാം, അങ്ങനെ എന്തും ഉള്ള ജീവിത സാഹചര്യങ്ങളും ആയിക്കോട്ടെ. പക്ഷെ നമ്മുടെ ഒരു സന്തോഷത്തിനും നമ്മുടെ ഒരു പുരോഗതിക്കും നമ്മൾ എന്തുമാത്രം എഫേർട്ട് അവിടെ ഇടുന്നുണ്ട് എന്നതിനാണ് കാര്യം. ആ എഫേർട്ടാണ് ആളുടെ സമാധാനം എന്ന് പറയുന്നത്. ആ എഫേർട്ടാണ് ആളുടെ നാളേക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു ഊർജം എന്ന് പറയുന്നത്. ആ എഫേർട്ടാണ് ആളുടെ വിജയം എന്ന് പറയുന്നത്. ആ ഒരു എഫേർട്ട് ഇടുന്ന ആൾക്കാരെ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഉള്ള ആൾക്കാരെന്ന് പറയാം. ഉയർന്ന ആത്മവിശ്വാസമുള്ളവര്. തന്റെ ജീവിതത്തിൽ വരുന്ന ഓരോ കാര്യങ്ങളുടെയും ഉത്തരവാദിത്തം താനാണ് നിശ്ചയിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം തനിക്ക് മാത്രമാണ് എന്ന് നിശ്ചയദാർഢ്യമുള്ള ആൾക്കാർ. അപ്പോൾ നിങ്ങളുടെ ലോക്കസ് ഓഫ് കൺട്രോൾ ഇന്റേണൽ ആണോ എക്സ്റ്റേണൽ ആണോ എന്നൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അദ്ദേഹത്തിന്റെ ആ ക്വസ്റ്റ്യനെയർ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഒരു 20 സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇതിൽ ട്രൂ ഓർ ഫോൾസ് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇതിൽ റൈറ്റോ റോങ്ങോ ഒന്നുമില്ല. എല്ലാം കറക്റ്റ് ആണ് അവരുടേതായിട്ടുള്ള പെർസ്പെക്റ്റീവില്. അപ്പോൾ നിങ്ങൾക്കത് ചെയ്യാം. അതിന്റെ സ്കോറിങ്, അതിന്റെ റിസൾട്ട്, ഇന്റർപ്രിട്ടേഷൻ എല്ലാം താഴെയുണ്ട്. വളരെ ലളിതമായിട്ട് ആർക്കും ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനെയർ ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക്